നമസ്കാരം. ഈ കഴിഞ്ഞ മാർച്ച് 5-ാം തീയതിയാണ് നേപ്പാളിൻ്റെ പാർലമെൻറ്റായിട്ടുള്ള ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. 275 അംഗ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ആണുള്ളത്. ഈ 275 അംഗ സീറ്റിൽ 165 സീറ്റുകളിലേക്കാണ് നേരിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ ബാക്കിയുള്ള 110ലേക്ക് റെപ്രസെൻറ്റേറ്റീവ് വോട്ടിംഗ് ആണ്. ഈ നേരിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 165 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം ഇതോടുകൂടി പുറത്താവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നേപ്പാളിൻ്റെ പരമ്പരാഗതമായ രാഷ്ട്രീയ സ്വഭാവം മുഴുവൻ മറിയുകയാണ്. നേപ്പാളി കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒക്കെ പിന്താങ്ങിക്കൊണ്ട് പുതിയൊരു രാഷ്ട്രീയ കക്ഷി നേപ്പാളിൽ ഉദയം ചെയ്യുകയാണ്. നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം, ഒരു കാലഘട്ടമായിരുന്നു നേപ്പാളിൽ ഈ അടുത്ത കാലത്തുണ്ടായ ജൻസി പ്രക്ഷോഭം. അതായത് സർക്കാർ തലത്തിലുണ്ടായ അഴിമതി. ആ അഴിമതി കാരണം നേപ്പാളിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കാരണം ജനജീവിതം ബുദ്ധിമുട്ടിലായ സാഹചര്യം, രാജ്യത്ത് വിലക്കയറ്റമുണ്ടാകുന്നു, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ടാകുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ടാകുന്നു. ഇതിനെല്ലാം സർക്കാർ നയങ്ങളാണ് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് അവിടെ ഒരു ജൻസി കലാപമുണ്ടായത്. അതായത് നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാറ്റേൺ അത് മാറണം എന്ന് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിച്ചു. ആ രാജ്യത്തെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. ആ പ്രക്ഷോഭകാലത്ത് ഒരു നേതാവായി ഉയർന്നു വന്നയാളാണ് ബാലേന്ദ്ര ഷാ എന്ന ബാലേൻ ഷായുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയാണ് ഇപ്പോൾ നേപ്പാൾ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിൽക്കുന്നത്. 165 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 117 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നത് ഈ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയാണ്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നേപ്പാളിൽ സംഘടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നേപ്പാളിൽ നടന്ന ഒരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായ ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണിത്. ഈ പാർട്ടിയാണ് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയാണ് ഇപ്പോൾ നേപ്പാളിലെ ജനങ്ങൾ വലിയ പിന്തുണ നൽകി അധികാരത്തിലെത്തിയിരിക്കുന്നത്. മൃഗീയമായ ഭൂരിപക്ഷമാണ് അവർക്ക് ഈ നേരിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ കിട്ടിയിട്ടുള്ളത്. 165-ൽ 175 സീറ്റുകളും ഈ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അന്തിമ ഫലം അറിയാൻ സാധിക്കും. പക്ഷേ 110 റെപ്രസെൻറ്റേറ്റീവ് വോട്ടിംഗ് നടക്കുന്ന സീറ്റുകളിലേക്കുള്ള ഫലങ്ങൾ അതൊരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ മാത്രമേ വരികയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധികാരത്തിലേറാൻ പോവുകയാണ്. ബാലേന്ദ്ര ഷാ അദ്ദേഹം ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. മാത്രമല്ല അദ്ദേഹം ഒരു റാപ്പ് സംഗീതജ്ഞൻ കൂടിയാണ്, റാപ്പർ കൂടിയാണ്. ഇദ്ദേഹമാണ് ഇനി അടുത്ത നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കും എന്ന ഒരു സൂചനയും വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടി മൃഗീയമായ ഭൂരിപക്ഷത്തിലെത്തിയിരിക്കുന്നു. തീർച്ചയായും ആ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ നേപ്പാളിൽ ചരിത്രം കുറിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരനല്ലാത്ത, കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരു പ്രധാനമന്ത്രി നേപ്പാളിൽ അധികാരമേൽക്കാൻ പോവുകയാണ്. ജൻസി കലാപത്തിൻ്റെ ഒരു ഔട്ട്കം, നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം എന്ന് പറയാവുന്ന തരത്തിലാണ് നേപ്പാളിലെ ഭരണമാറ്റം ഉണ്ടാകുന്നത്. വലിയ പ്രശ്നങ്ങളില്ല, വലിയ കലാപങ്ങളില്ല. പക്ഷേ വളരെ പ്രക്ഷുബ്ധമായ പ്രക്ഷോഭമാണ് നടന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ മൃഗീയ ഭൂരിപക്ഷം നേടി രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നത്. റെപ്രസെൻറ്റേറ്റീവ് വോട്ടിംഗ് നടന്ന 110 സീറ്റുകളിലേക്കുള്ള ഫലം വരാൻ ഇനിയും വൈകും. എന്തായാലും ആ സീറ്റുകളിലും ട്രെൻഡ് ഇത് തന്നെയായിരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.